നിങ്ങളുടെ മനസ്സിന്റെ അസ്വസ്ഥതകളിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ ഒരു എക്സസ് വെയിറ്റ് ഇല്ലേ, നിങ്ങളുടെ ടെൻഷൻ, നിങ്ങളുടെ സ്ട്രെസ്, നിങ്ങളുടെ ആൻസൈറ്റി, ഇതെല്ലാം മറികടക്കാൻ ഒരു ഗുളികയ്ക്ക് സാധിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഇല്ലല്ലോ. പക്ഷെ പുരാതനമായ ഒരു ശാസ്ത്രത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. വിത്തൗട്ട് എ കോസ് നത്തിങ് ഹാപ്പൻസ് എന്ന് പറയും. ഒരു കാരണമില്ലാതെ ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ദർ ഇസ് ഓൾവേസ് എ റീസൺ ബിഹൈൻഡ് എവറിഥിങ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇമോഷൻസും. ഒരു കാരണമില്ലാതെ നമ്മൾ സ്ട്രെസ്ഫുൾ ആവോ, ആൻഷ്യസ് ആവോ, ഡിപ്രസ്ഡ് ആവോ ചെയ്യുന്നില്ല. ഇനി അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലാണ് ഇറ്റ് ഈസ് എ സ്പെസിഫിക് കണ്ടീഷൻ, ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് മാറുന്നത്. 2020 കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 280 മില്യൺ ആൾക്കാരാണ് നമ്മുടെ ഈ ലോകത്ത് ഡിപ്രഷനുമായിട്ട് കഴിയുന്നത്. നമ്മുടെ ഗ്ലോബൽ പോപ്പുലേഷന്റെ 3.5% ആ കണക്ക് വരുന്നത്. സോ ഡിപ്രഷൻ പോലുള്ള ഒരു ടോപ്പിക് ഞാൻ ഇന്ന് ചൂസ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ അത് അത്രയും ഫെമിലിയർ ആണ്. കുഞ്ഞു കുട്ടികൾ വരെ വന്നിട്ട് സ്ട്രെസ് ആണ്, ആൻസൈറ്റി ആണ്, ഡിപ്രഷൻ ആണ് എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു നമ്മളെല്ലാവരും. ബട്ട് വൈ ഈസ് ഇറ്റ് ഹാപ്പനിങ് ലൈക്ക് ദാറ്റ്? എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മളെ യങ്ങർ ഏജിലും നമ്മൾ ഈ സിമിലർ സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവാം. മേ ബി ഫാമിലിയലായിട്ട് പാസ് ഓൺ ചെയ്തു വന്ന ഇമോഷണൽ ട്രോമകളും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിലും ഹിഡൻ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. പക്ഷേ സംഹൗ വി ഓവർകം ഇറ്റ്. അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ദർ ഇസ് നോ ആൻസർ ടു ഇറ്റ്. ബട്ട് ഡെഫിനറ്റ്ലി നമ്മൾ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഈവൻ ഫ്രം അവർ ചൈൽഡ്ഹുഡ് നമ്മൾക്ക് എന്തെങ്കിലും ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഓപ്പൺ ആയിട്ട് അഡ്രസ് ചെയ്യാനെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഫാമിലി മെമ്പേഴ്സിനോടോ, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോടോ, നമ്മുടെ സിബ്ലിങ്സിനോടോ ആരോടെങ്കിലും നമ്മൾ നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും. അതിന് പോലും സാഹചര്യമോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ ഒരു എൻവയൺമെന്റോ ഇല്ലാത്ത ഒരുപാട് കുട്ടികൾ ഇപ്പോഴും നമ്മളുടെ എല്ലാവരുടെയും ഇടയിൽ ജീവിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഫോർ ദോസ് പീപ്പിൾ അങ്ങനെ ഒരു സ്ട്രെസ്സോ ആൻസൈറ്റിയോ ഡിപ്രഷൻ സ്റ്റേറ്റിലൂടെ സ്ട്രഗിൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമ്മളുടെ എന്ത് ഇമോഷണൽ സ്റ്റേറ്റിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തികൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഹിയർ നമ്മൾ ആയുർവേദത്തിന്റെ റെമഡീസ് ആണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഹൗ ടു ഐഡന്റിഫൈ ആൻഡ് ഓൾസോ ഹൗ ടു മാനേജ് നിങ്ങളുടെ മൈൻഡിൽ ഈ വയർഡായി കിടക്കുന്ന തോട്ട്സ്, നിങ്ങളുടെ ഈ ഡിപ്രഷൻ ഓർ ആൻഷ്യസ് ഫീലിംഗ്, ഇതെങ്ങനെ മറികടക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. എന്താണ് ഈ ഡിപ്രഷൻ? ഡിപ്രഷൻ എന്ന് പറയുമ്പം ഒരു സ്റ്റേറ്റ് ഓഫ് ലോ മൂഡാണ് ആൻഡ് അവേർഷൻ ടു ആക്ടിവിറ്റി. നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ തോന്നുക, ഒരു ആക്ടിവിറ്റിയിലും പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക, ഈവൻ ഫുഡ് ഹാബിറ്റ്സിൽ വരെ അത് റിഫ്ലക്റ്റ് ആവാം. ആൻഡ് ഓൾവേസ് ഒരു ലോ മൂഡായിരിക്കും വ്യക്തികൾക്ക് കണ്ടുവരുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ജോയും പ്ലഷറും ഹാപ്പിനെസ് ഒക്കെ ഫീൽ ചെയ്യില്ലേ? എന്നാൽ ഡിപ്രഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത്തരത്തിലുള്ള ഒരു ജോയ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല. എന്തിനു പോട്ടെ, അവർക്ക് ചിന്തിക്കാനോ എന്തിനെങ്കിലും കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ആ ഒരു ഫീലിംഗ് പോലും അവർക്ക് ഉണ്ടാവില്ല. എപ്പോഴും സൂയിസൈഡൽ ടെൻഡൻസീസിൽ വരെ എത്താറുണ്ട് ഇത്തരക്കാരൻ. ഒരാളുടെ തോട്ടും അയാളുടെ ബിഹേവിയറും അയാളുടെ വെൽബീയിങ്ങും എല്ലാം ഈ ഡിപ്രഷൻ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കാരണം പലതും ആവാം. ലൈഫിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇവന്റ് ആവാം, ബ്രെയിനിലുണ്ടായിരിക്കുന്ന കെമിക്കൽ ചേഞ്ചസ് കൊണ്ട് ആവാം, ഏതെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ കൊണ്ടാവാം, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ടും സംഭവിക്കാവുന്നതാണ്. ഇതിന് പ്രധാന ഒരു ഘടകം തന്നെയാണ് ലൈഫ് ഇവന്റ്സ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇവന്റ്, ചിലപ്പം ഒരു ഇഷ്ടപ്പെട്ട ആളുടെ നഷ്ടമാവാം, അല്ലെങ്കിൽ തന്നെ കുഞ്ഞുകാലം തൊട്ടേ പാരന്റ്സില് സിബ്ലിങ്സിനോട്, അതായത് നമ്മള് സിസ്റ്റേഴ്സിനോടോ ബ്രദേഴ്സിനോടോ കൂടുതൽ എഫെക്ഷൻ കാണിക്കുന്നത് കണ്ടു വളർന്നതിന് ശേഷം ഭാവിയിൽ സിമിലർ ആയിട്ടുള്ള ഒരു ലോസ് ലൈഫിൽ വരുന്ന സമയത്ത് ഇതുപോലത്തെ ഇമോഷൻസ് വന്നേക്കാം. മെന്റൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, ഇതെല്ലാം ഡിപ്രഷനിലേക്ക് നയിക്കാം. കുട്ടിക്കാലത്ത് 4 അതിൽ അധികമോ തരത്തിലുള്ള ഒരു റോങ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ കുഞ്ഞുകാലിലെ കുട്ടികൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഡിപ്രഷൻ വരാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, ചുറ്റുപാട്, അവിടുത്തെ പൊല്യൂഷൻ, ഇതെല്ലാം ഒരു ഡിപ്രഷനിലേക്ക് നയിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പം പരസ്പരം കുട്ടികളെ കളിയാക്കുന്നതും, വലുതായി വരുമ്പം നമ്മൾ കമ്പാരിസൺ കൂടുതലായിട്ട്, ഇപ്പം വീട്ടിൽ നിന്നാണെങ്കിലും കമ്പയർ ചെയ്യാം, അപ്പുറത്തെ വീട്ടിലെ ആളെ നോക്കി പഠിക്കുകയും അല്ലെങ്കിൽ അവരെത്ര ബ്രില്യൻ്റ് ആണ്, അവരെത്ര ആക്റ്റീവ് ആണ് എന്ന് വെച്ച് നമ്മളെ കുട്ടികളെ കമ്പയർ ചെയ്യാം. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ കുഞ്ഞു മൈൻഡിൽ ഈ കമ്പാരിസന്റെ ഒരു സൈഡ് എഫക്റ്റ് പോലെ എന്തെങ്കിലും ഒരു ഇമോഷൻ ഹിഡൻ ആയിട്ടിരിക്കും. സിമിലർലി ലൈഫിൽ അവരെ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ട് അവർക്ക് വിചാരിച്ച കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരുമ്പം ഈ പാരന്റൽ ഭാഗത്തു നിന്നുണ്ടാവുന്ന ആ ഒരു ട്രോമ അത് അവരെ വല്ലാതെ ഹേർട്ട് ആവുകയും ഭാവിയിൽ അവർ സെൽഫ് വർത്ത് അല്ല ഒന്നിനും എന്നുള്ളൊരു തോട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴും ഗ്രാജുവലി ഇത് ഡിപ്രഷനിലേക്ക് തന്നെയാണ് നയിക്കുന്നത്.
പിന്നെ ഒരു കാരണമാണ് വർക്ക് എൻവയൺമെന്റ്. വർക്ക് പ്ലേസിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് ആവാം, ബുള്ളിങ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിന് അതിന് തുല്യമായിട്ടുള്ള ഒരു റിവാർഡ് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കിട്ടാത്തതാവാം. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ പ്രശ്നങ്ങളിൽ വരെ നമുക്ക് ഒരു കൺട്രോൾ ഇല്ലാതെ നമ്മളെ തോട്ട്സ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെയാണ് സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ്, നമ്മൾ എന്തെങ്കിലും ഒരു ആൽക്കഹോൾ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ഹൈപ്പർ സ്റ്റിമുലേഷൻ കൊടുക്കുന്ന എന്തെങ്കിലും സബ്സ്റ്റൻസിന്റെ വിത്ഡ്രോവൽ സിംറ്റംസ് ആയിട്ടും ഡിപ്രഷൻ കണ്ടുവരാറുണ്ട്. ആയുർവേദത്തില് നമ്മളൊരു വ്യക്തിയെ മൊത്തത്തിൽ ഒരു സ്വസ്ഥനാണ് അയാൾ എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു ശ്ലോകം ഉണ്ട്: സമദോഷ സമാഗ്നി സമധാതു മലക്രിയ പ്രസന്ന ആത്മ ഇന്ദ്രിയ മന സ്വസ്ഥ ഇത്യാപിതീയത. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ബോഡി എങ്ങനെയാണോ നോർമലായിട്ട് ഒരു ബാലൻസ് സ്റ്റേറ്റിൽ അയാളുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ആത്മാവും എങ്ങനെയാണോ അയാളുടെ ശരീരദോഷങ്ങളും അയാളുടെ അഗ്നിബലവും എല്ലാം ആയിട്ട് നോർമലായി നിൽക്കുന്നത്, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ അയാളൊരു സ്വസ്ഥനായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണെന്ന് പറയുന്നത്. സോ ഇവിടെ മനസ്സിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആയുർവേദത്തിൽ കൊടുത്തിട്ടുണ്ട്. യു ആർ ഓൾവേസ് വാട്ട് യു തിങ്ക്. സോ നിങ്ങളുടെ തോട്ട്സും നിങ്ങളുടെ ഇമോഷൻസും എല്ലാം നിങ്ങളുടെ ബോഡി ഫംഗ്ഷനെ എഫക്ട് ചെയ്യാനുള്ള സാധ്യത വളരെയധികമാണ്. അതുപോലെ തന്നെ ആയുർവേദത്തിൽ പറഞ്ഞതാണ് ചിന്ത ആൻഡ് ചിത്ത ഉദ്വേഗ. ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി സ്ട്രെസ് ആണ്. ചിന്ത ഉദ്വേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസൈറ്റി. അതായത് നമ്മളുടെ ഈ ചെറിയ സ്ട്രെസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇറ്റ് ഗോ ഔട്ട് ഓഫ് ഹാൻഡ്. അപ്പോഴാണ് അത് ആൻസൈറ്റിയിലേക്ക് എത്തിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രസന്റ് മൊമെന്റിൽ നിൽക്കാതെ നമ്മൾ പാസ്റ്റിലെ കാര്യങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഡിപ്രഷനുള്ള സാധ്യത കൂടുന്നത്. അതുപോലെ പ്രസന്റ് മൊമെന്റിൽ നിൽക്കാതെ നമ്മൾ ഫ്യൂച്ചറിലെ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആൻസൈറ്റി വരാനുള്ള സാധ്യത വളരെയധികമാണ്. ബോത്ത് ആർ വൺ ഓർ ദി അതർ വേ എ ദോഷ ഇംബാലൻസ് ഇൻ ദ ബോഡി. നമ്മൾ ഈ തോട്ട്സിനെയും നമ്മുടെ ഈ ഓവർ തിങ്കിങ്ങിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഒരു മൂവ്മെന്റ് ആണ് ബോഡിയിൽ. ദാറ്റ് ഇസ് ഗവേൺഡ് ബൈ വാതദോഷം. അതുപോലെ തന്നെ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വറി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ അബ്സോർപ്ഷൻ വരാൻ സാധ്യത വളരെ കുറവാണെന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും നമ്മൾ സ്ട്രെസ്സോ ആൻഷ്യസോ ആയിരിക്കുന്ന സമയത്താണ് കഴിക്കുന്നതെങ്കിൽ ആ ഫുഡിലുള്ള ഒരു ന്യൂട്രീഷനും നമ്മുടെ ബോഡിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നേ ഇല്ല. നമുക്ക് എല്ലാവർക്കും റെഗുലർ ബേസിസിൽ ചെറിയ രീതിയിലെങ്കിലും സ്ട്രെസ് വരാതിരിക്കില്ല, ദാറ്റ് ഇസ് ഫോർ ഷുവർ. പക്ഷേ അതിന് ആൻസൈറ്റിയിലേക്കോ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഡിപ്രഷനിലേക്കോ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളത് നമ്മളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ആയുർവേദത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സൊല്യൂഷൻസും പറയുന്നുണ്ട് ഈ മൈൻഡ് റിലേറ്റഡ് ഇഷ്യൂസിൽ. സോ ഇന്ന് എങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനെ മറികടക്കാമെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് സത്വാവജയ ചികിത്സ. നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കാം. നമുക്ക് സെൽഫ് ഹെൽപ്പ് ടെക്നിക്സ് യൂസ് ചെയ്യാം. വായനയാവട്ടെ, ജേർണലിംഗ് ആവട്ടെ, മെഡിറ്റേഷൻ ആവട്ടെ, യോഗ ആവട്ടെ, ആൻഡ് ഈവൻ ഒരു കൗൺസിലിംഗ് സെഷന് പോകുന്നതിലും ഒരു തെറ്റുമില്ല. പൊതുവെ ശാരീരിക പ്രശ്നങ്ങൾക്ക് ഒരു ഡോക്ടറെ അടുത്ത് പോവാന്ന് പറയുന്നത് വളരെ കോമണും സിമ്പിൾ ആയ ഒരു കാര്യമാണ് ഫോർ മോസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ. പക്ഷെ എല്ലാവരും ഒന്ന് മടിക്കുന്ന കാര്യമാണ് ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു മെന്റൽ ഒരു ഇമോഷണൽ അൺഹെൽത്തി സിറ്റുവേഷനിൽ ഒരു ഡോക്ടറെയോ ഒരു സൈക്കോളജിസ്റ്റിനെയോ കാണാൻ പോവുക എന്നുള്ളത്. ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. നമ്മൾ മെന്റലി ഫിറ്റ് അല്ല, നമ്മൾ മെന്റലി ഓക്കെ അല്ല എന്ന് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ, ഓപ്പൺ ഇറ്റ് അപ്പ്. ചിലപ്പോൾ നമ്മളുടെ ചുറ്റുപാടുള്ള സിറ്റുവേഷനെ കൊണ്ടാവാം നമ്മൾ അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ചിലപ്പം പാസ്റ്റിൽ ഇരിക്കുന്ന എന്തെങ്കിലും ഒരു ട്രോമ അത് ഏതെങ്കിലും ഒരു ഇവന്റ് മൂലം ട്രിഗർ ആകുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഒരു പ്ലെയിൻ ഫിയർ, ഒരു പേടിയാവാം ഇതിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ എന്ത് തന്നെ ആയാലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് അവരോട് എന്തും ഓപ്പൺ ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കരുത്. മീറ്റ് ചെയ്യാൻ സൈക്കോളജിസ്റ്റ് ഓർ യുവർ ഫ്രണ്ട് ഓർ സംബഡി ഹു ലിസൺ ടു യു. നിങ്ങളുടെ കാര്യങ്ങളെ കേൾക്കാനും നിങ്ങളെ ജഡ്ജ് ചെയ്യാതെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വ്യക്തി ലൈഫിൽ കൂടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവരോട് ഓപ്പൺ അപ്പ് ആവുക. ഒരു കൗൺസിലിംഗ് സെഷനാണ് നിങ്ങൾക്ക് അത്യാവശ്യം തോന്നുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ മൈൻഡിനെയാണ് മാസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് അതർ മെത്തേഡ്സ് ഞാൻ പറഞ്ഞ പോലെ യോഗ, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരുപാട് നെർവ് സ്റ്റിമുലേഷൻസ്, ഹൈപ്പർ ആയിട്ടിരിക്കുന്ന ഈ സ്റ്റിമുലേഷൻസിനെയൊക്കെ നമുക്ക് കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദർ ആർ മെനി മെത്തേഡ്സ്. ലൈക്ക് ഈവൻ കുറച്ചു നേരം നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് ഹമ്മിങ് ചെയ്താൽ തന്നെ നമ്മുടെ മൈൻഡും നമ്മുടെ ഡൈജഷനും എല്ലാത്തിനും ഒരു ഒരു എന്താ പറയുക ഒരു കാം സിറ്റുവേഷൻ ഉണ്ടാവുന്നതാണ്. സ്പീക്ക് ടു സമ്മൺ അബൌട്ട് യുവർ ഇമോഷൻ, ഫിയർ, യുവർ ആൻസൈറ്റി, എനിത്തിങ്. അതിലൂടെ തന്നെ നമുക്ക് അതൊരു 50% കുറവ് ഫീൽ ചെയ്യും. എപ്പോഴും അങ്ങനെയല്ലേ, ചിന്തിച്ചിട്ടില്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ ഹാപ്പി തിങ് അത് നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിലും, ഇനി അതല്ല നമ്മൾ ടഫ് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളൊന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് തോൾ തട്ടിയിട്ട് നീ ഫൈൻ അല്ലേ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർ നമ്മൾ നിനക്ക് പറ്റും, നിന്നെ കൊണ്ട് സാധിക്കും എന്നൊക്കെ പറയുന്ന ഒരു ആ ഒരു എനർജി നമുക്ക് തരുമ്പോൾ തന്നെ
ഗ്രാജുവലി നമ്മൾ മോട്ടിവേറ്റഡ് ആവാനും നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ പറ്റുന്നതല്ലേ. സോ ഇത് മടിച്ചു നിന്നിട്ട് നമുക്ക് അയ്യോ ഇത് തെറ്റായി പോകുമോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മളിത് ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കൊന്നും പോവാതെ, എന്നുള്ളൊരു തോട്ടിലേക്കൊന്നും പോവാതെ ഡെഫിനറ്റ് ആയിട്ടും സീക്ക് ഹെൽപ്പ് ഇഫ് യു ഫീൽ യുവർ സെൽഫ് ഗെറ്റിംഗ് ഡ്രെയിൻഡ്. ഇനി രണ്ടാമത്തെ ഹെൽപ്ഫുൾ ടിപ്പാണ്, നിങ്ങളെല്ലാവരും ശിരോധാര എന്നൊരു ടേം കേട്ടിട്ടെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അതിന്റെ ഒരു മിനിയേച്ചർ ഫോം ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് ഷിരോ പിജു. ഇത് നമുക്ക് എല്ലാ മെന്റൽ ആൻഡ് ഇമോഷണൽ കണ്ടീഷൻസിലും നമുക്ക് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് കൂടിയാണ്. ഷിരോ പിജു എന്ന് പറയുമ്പോൾ, ഷിരോ പറയുമ്പോൾ ഹെഡ് എന്നാണ് അർത്ഥം, പിജു എന്ന് പറയുന്നത് ഒരു കോട്ടൺ പാഡ് ആണ്, സോക്ഡ് ഇൻ ഓയിൽ. നമ്മൾ ഹെർബൽ ആയിട്ടുള്ള ഓയിലിൽ കോട്ടൺ കുറച്ച് നേരം സോക്ക് ചെയ്തിട്ട് നമ്മളുടെ നെറുക് ഭാഗത്ത് വെക്കുക. ഒരു 30 മിനിറ്റ് നേരത്തെങ്കിലും നമ്മൾ ഈ ഓയിൽ റീപ്ലേസ് ചെയ്തിട്ട് ഒന്ന് ഫോർഹെഡിൽ വെക്കാം. ഇത് നമ്മളുടെ മൈൻഡിനെ ഒരു തരത്തിൽ കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ മെന്റൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള കണ്ടീഷനിലും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. വീട്ടിൽ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫേസിൽ കടന്നതിന് ശേഷം ഇതുപോലെ കോട്ടൺ സോപ്പ് പാഡുകൾ നമുക്ക് നെറുകിൽ വെക്കാവുന്നതാണ്. ഇത് ആക്ച്വലി മൈൻഡിനെ കാം ഡൗൺ ചെയ്യുകയും ചെയ്യും, നമ്മുടെ സ്ലീപ്പ് റെഗുലേറ്റ് ചെയ്യും, നമ്മുടെ ഇമോഷൻസിനെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, എക്സസ് ആയിട്ടുള്ള വാദത്തിന്റെ ഇംബാലൻസ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വേറൊരു മെത്തേഡാണ് നസ്യം, നെയ്സൽ ഡ്രോപ്സ്. ഇത് നമുക്ക് രാവിലെ ബ്രഷിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ദിനചര്യയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അണുതൈലത്തിന് പകരം ബ്രഹ്മിഘൃതം യൂസ് ചെയ്തിട്ട് ഓരോ ഡ്രോപ്സ് ഓരോ മൂക്കിലും ഒറ്റിക്കാം. ലഞ്ചിന് 1 ഹവറിന് ശേഷവും നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. ഓൺലി വൺ തിങ് ഇസ്, നിങ്ങൾ കഴിച്ചിരിക്കുന്ന ഫുഡ് ദഹിച്ചതിന് ശേഷം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ നമുക്ക് ഈ ബ്രഹ്മിഘൃതം ഓരോ ഡ്രോപ്സ് നമുക്ക് ഓരോ മൂക്കിലും ഓൺ എവറി ഡേ കോൺസിക്യൂട്ടീവ് ലൈക്ക് 7 days മിനിമം എ മന്ത് ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ഓൾസോ ഹെൽപ്പ് ഇൻ റിയലി കാമിംഗ് ഡൗൺ യുവർ ഹൈപ്പർ ആക്റ്റീവ് മൈൻഡ്. പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പാദാഭ്യംഗം. പാദം എന്ന് പറയുന്നത് നമ്മുടെ ഫൂട്ട്, അഭ്യംഗം ജസ്റ്റ് ഓയിൽ മസാജ്. യെസ്, നമ്മുടെ ഫൂട്ട് നമ്മൾ കിടക്കുന്നതിന് അറ്റ്ലീസ്റ്റ് ഒരു 1 hour മുന്നെങ്കിലും, ഒരുപാട് പേർക്ക് ഈ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ ആയിട്ട് ഉറക്കം വരെ നന്നായി നഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. സോ നമ്മൾ കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിലും നമ്മളെ ഫൂട്ടിൽ നന്നായിട്ട് ക്ഷീരപല പോലത്തെ ഏതെങ്കിലും ഒരു ഓയിൽ എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം. സോ നമ്മളുടെ ബ്രെയിനിലിരിക്കുന്ന ആ ഒരു ഹൈപ്പർ സർക്കുലേഷൻ എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് നമ്മളെ ഫുഡ് റീജിയനിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും തന്മൂലം തന്നെ നമ്മളെ ബ്രെയിൻ ഒന്ന് ആക്ടിവിറ്റിക്ക് ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഒന്ന് സ്ലീപ്പ് മോഡിലേക്ക് പോവുകയും ചെയ്യും. സോ ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതും നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ റെഗുലേറ്റ് ആവാനും തന്മൂലം തന്നെ ഒരു ആൻസൈറ്റി ഇഷ്യൂസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും. ഉറക്കക്കുറവ് ഒരു പ്രധാന പ്രശ്നമായിട്ട് ഉള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡു ടെൽ മീ ഇൻ ദ കോമെന്റ്സ്, ബിക്കോസ് ദർ ആർ അമേസിംഗ് വേസ് ടു ഓവർകം ഇറ്റ്. ആയുർവേദത്തിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, മെത്തേഡ്സ് ഉണ്ട്. ഐ കൻ ഹെൽപ്പ് യു വിത്ത് അനദർ വീഡിയോ ഓൺ ദാറ്റ് ടോപ്പിക്. ആൻഡ് ഓൾസോ ഞാൻ പൊതുവെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, എപ്പോഴെങ്കിലും സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നുകയാണ്, നമുക്ക് ഡെയിലി ലൈഫിൽ വരുന്ന എന്തെങ്കിലും ഒരു സ്ട്രെസ് വിച്ച് വി ഫീൽ അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ പൊതുവെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു പ്രാക്ടീസ് ആണ് വാക്ക് ടു ദ നേച്ചർ. പ്രകൃതിയിലേക്ക് കുറച്ച് നേരം ഒന്ന് നടക്കുക. നോട്ട് നെസസറി നിങ്ങളൊരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോകണമെന്നല്ല, കുറച്ച് പച്ചപ്പുള്ള ഒരു ഭാഗത്തേക്ക് നമ്മളൊന്ന് നടക്കുക. അതുപോലെ തന്നെ ഈ നാൽപ്പാമരം മരമില്ലേ, അത്തി പേരാൽ അരയാൽ, നാൽപ്പാമരത്തിന്റെ മരം ഉണ്ടെങ്കിൽ അതിന്റെ ചോട് കുറച്ച് നേരം ഇരുന്ന് നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. ഇത് ഇൻസ്റ്റന്റ്ലി മൈൻഡിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ടയേർഡ് ആയിട്ടുള്ളതും ആൻഷ്യസ് ആയിട്ടുള്ള ഒരു മൈൻഡ് അത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക കാം ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ആണ്. സോ അത്തരത്തിലുള്ള എൻവയൺമെന്റ് നമ്മളൊന്ന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റന്റ്ലി നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്ത ടോപ്പിക്കിൽ വരെ നമുക്ക് ആൻസേഴ്സ് കിട്ടും, നമ്മൾ അങ്ങനെ നമ്മളെ മൈൻഡിനെ ഒരു കാം എൻവയൺമെന്റിലേക്ക് എത്തിക്കുകയാണെങ്കിൽ. സോ ഡു സം ഡീപ് ബ്രീത്തിങ് പ്രാണായാമസ് അണ്ടർ എ നാൽപ്പാമര ട്രീ വിച്ച് ഹാസ് ഇമ്മൻസ് ഓക്സിജൻ സപ്ലൈ ആസ് വെൽ. നെക്സ്റ്റ് വരുന്നതാണ് നമ്മളുടെ ഡയറ്റ്. ഹൗ ഇറ്റ് ഈസ് ലിങ്ക് ടു യുവർ മെന്റൽ കണ്ടീഷൻ എന്ന് ചിന്തിക്കുന്നവരോട്, ദർ ഈസ് ഓൾവേസ് എ കണക്ഷൻ ബിറ്റ്വീൻ യുവർ ബ്രെയിൻ ആൻഡ് യുവർ ഗട്ട്. സോ ഗട്ട് ബ്രെയിൻ ആക്സസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം, നമ്മളുടെ അഗ്നി മൂലം ബലം പുംസാം എന്ന് പറയും. നമ്മുടെ ഡൈജഷൻ റെഗുലേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് റോങ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഗട്ടിലുള്ള നല്ല ബാക്ടീരിയകളുടെ എമൗണ്ടിൽ ഗണ്യമായ മാറ്റം ഉണ്ടാവും. അതുവഴി തന്നെ അവിടുന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ്, സെറോട്ടോണിൻ ആയാലും ഡോപ്പമൈൻ ആയാലും നമ്മുടെ ഹാപ്പി ഹോർമോൺസിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അതുമൂലം തന്നെ നമുക്ക് ഡിപ്രഷൻ ഫീൽ ചെയ്യാം. സോ മേക്ക് ഷുവർ വാട്ട് യു ഈറ്റ് ഇസ് നോട്ട് സ്റ്റെയിൽ, നോട്ട് റീഹീറ്റഡ്, നോട്ട് പ്രോസസ്ഡ്. അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സും ജങ്കും സ്പൈസിയും വളരെ ഓയിലി ആയിട്ടുള്ള ആഹാരങ്ങളല്ല നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. ക്ലീൻ ആയിട്ടുള്ളതും
യുനോ നമ്മൾ റൈറ്റ് അവേ കുക്ക് ചെയ്ത് കഴിക്കുന്നതും വീണ്ടും വീണ്ടും റീഹീറ്റ് ചെയ്യാത്തതുമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. നല്ല ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഹോൾസം ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ് അല്ലെങ്കിൽ ഹോൾസം ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുക ആഹാരത്തിൽ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മൾ കുറച്ചും കൂടി ഒരു സത്വിക് ഫുഡ് ഹാബിറ്റ്സിലേക്ക് പോവുക എന്നുള്ളത്. വിച്ച് ഇസ് ലൈക്ക് നമ്മുടെ ബോഡി ടൈപ്പ് മനസ്സിലാക്കിയിട്ട് അതിന് ഉതകുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഏതൊരു ആഹാരം നമ്മൾ കഴിക്കുമ്പോഴും അത് നമ്മുടെ ബോഡി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. യു ആർ വാട്ട് യു മെറ്റബോളൈസ്. നമുക്ക് നാവിന്റെ രുചി നോക്കിയിട്ട് മാത്രം നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഗ്രാജ്വലി നമ്മുടെ ഓവറോൾ ബോഡിയിൽ അതിന് എഫക്റ്റ് ഉണ്ടാവും. നമ്മുടെ അഗ്നിയുടെ വീഡിയോ കണ്ടവർക്കറിയാം ഹൗ യുവർ ഡൈജഷൻ എഫക്ട് ഹോൾ ഓഫ് യുവർ ബോഡി എന്നുള്ളത്. സോ മേക്ക് ഷുവർ നിങ്ങൾ റൈറ്റ് സോഴ്സിൽ നിന്ന് ലൈക്ക് ഈവൻ ഇഫ് ഇറ്റ് ഇസ് എൻ ആനിമൽ സോഴ്സ് ഓഫ് ഫുഡ് ആണെങ്കിൽ പോലും അവർ ടോർച്ചേർഡ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിൽ നിന്നും അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിൽ നിന്നുള്ള ഒരു സോഴ്സ് നല്ല നമ്മൾ സാധനങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാം. ആൻഡ് ഓൾസോ ഈറ്റ് മൈൻഡ്ഫുള്ളി. എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് ഈറ്റ് മൈൻഡ്ഫുള്ളി. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മൊബൈൽ നോക്കിയിട്ടോ നമ്മളൊരു ആർഗ്യുമെന്റിൽ ഏർപ്പെട്ടിട്ടോ ലോട്ട് ഓഫ് ഡിസ്കഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടോ ആഹാരം കഴിക്കാതിരിക്കുക. ബിക്കോസ് ബേസിക്കലി നമ്മൾ ആ ഒരു എലമെന്റ് നമ്മളെ പ്ലേറ്റിലിരിക്കുന്ന ഓരോ ഫുഡിനെയും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കി നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവയൺമെന്റ് നമ്മളുടെ ബ്രെയിൻ സിഗ്നൽസ് കൊടുത്ത് നമ്മുടെ ഗട്ടിൽ അത് ക്രിയേറ്റ് ചെയ്യും. അല്ലാതെ നമ്മളൊരു ഇമോഷണൽ സിറ്റുവേഷനിലാണ് ആഹാരം കഴിക്കുന്നതെങ്കിൽ ആ ഇമോഷൻ തന്നെയാണ് നമ്മുടെ ബോഡിയിൽ പിന്നെയും റിഫ്ലക്റ്റ് ആവുക. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഈറ്റിംഗ് റൈറ്റ്. അതും നമ്മളുടെ ഒരു മെന്റൽ വെൽനെസ്സിന് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെയാണ് ഹെർബൽ ടീസിന്റെ ഇമ്പോർട്ടൻറ്റും. നമ്മൾ ശംഖുപുഷ്പത്തിന്റെ വീഡിയോ കണ്ടവർക്കറിയാം അത് എന്തോരം ഹെൽപ്ഫുൾ ആണ് ഹോർമോൺ ബാലൻസിനാവട്ടെ, നമ്മളെ മൈൻഡിനെയും നമ്മളെ ഇമോഷൻസിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് ശംഖുപുഷ്പം എന്നുള്ളത് അത് കണ്ടവർക്കറിയാം. സോ ശംഖുപുഷ്പം നമുക്ക് ത്രൂ ഔട്ട് ഡേ ഒരു ഹെർബൽ വാട്ടർ ആയിട്ടോ ഹെർബൽ ടീ ആയിട്ടോ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. വിച്ച് ഇസ് വെരി കാമിങ് ആൻഡ് ഇറ്റ് റിലാക്സസ് യുവർ മൈൻഡ് ഇൻസ്റ്റന്റ്ലി. അതുപോലെ തന്നെയാണ് അത് സ്ലീപ്പ് റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവും നല്ലോണം ഉണ്ട്. സോ ഉറക്കക്കുറവുള്ള ആൾക്കാർക്ക് അതും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളെ ഒരു ആയുർവേദിക് വേ ഓഫ് ലിവിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ദാറ്റ് ഇസ് ദിനചര്യ. നമ്മുടെ ഒരു സിർക്കാഡിയൻ റിതം ഫോളോ ചെയ്ത് ജീവിക്കുക. ഇത് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും വി വിൽ ലുക്ക് വേ മോർ സ്മാർട്ടർ. നിങ്ങൾ ഓയിൽ പുള്ളിങ് ചെയ്യുക, അഭ്യംഗം ചെയ്യുക, എക്സസൈസ് വ്യായാമം ചെയ്യുക, അതുപോലെ തന്നെ നല്ല ആയുർവേദിക് ന്യൂട്രീഷൻ ഫോളോ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈൻഡിനെ മാസ്റ്റർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് എ ബിഗ് ഡീൽ. ഓക്കെ. ആൻഡ് ഓൾസോ ദർ ആർ സിറ്റുവേഷൻസ് നമ്മൾ മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട് വെൻ തിങ്സ് ഗോ ഔട്ട് ഓഫ് ഹാൻഡ്. യെസ്, ആ സമയങ്ങളിൽ നമുക്കൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫിസിഷ്യനെ കണ്ട് നമ്മളുടെ മൈൻഡിന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി അതിന് പോസിബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും ഇന്റേണൽ മെഡിക്കേഷൻസും എടുക്കുക. ബട്ട് വാട്ട് ആഫ്റ്റർ? ഈ മെഡിക്കേഷൻസിന്റെയും ട്രീറ്റ്മെന്റിന്റെയും കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ follow dinacharya. That is what I give advice to almost all of my patients for the past all years. So dinacharya follow ചെയ്യാന്നുള്ളത് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് വേക്കിംഗ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ആൻഡ് ഡൂയിങ് ഓൾ ദാറ്റ് തിങ്. ഒരു ഹറിയിൽ നമ്മൾ എല്ലാ കാര്യം ചെയ്യാന്നുള്ളതല്ല. നോ, സിമ്പിൾ പ്രാക്ടീസസ്. ജസ്റ്റ് ഒരു ഓയിൽ മസാജ് റെഗുലർലി ചെയ്യാം, നമുക്ക് തന്നെ ചെയ്യാം. ദിനചര്യന്റെ വീഡിയോയിൽ നമ്മളത് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമുക്കൊരു ഗുഡ് ഈറ്റിംഗ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യണമെന്നല്ല, മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കാൻ പഠിക്കാം. നമ്മൾ ഏതൊക്കെ കോമ്പിനേഷൻ ഓഫ് ഫുഡ് ഐറ്റംസ് നമ്മുടെ ബോഡിക്ക് പറ്റില്ല, ഏതൊക്കെ കോമ്പിനേഷൻസ് ആർ ഗുഡ് എന്നുള്ളത് മനസ്സിലാക്കാം. വിരുദ്ധ ആഹാരം, റോങ് കോമ്പിനേഷൻ ഫുഡ്സിനെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. നമ്മുടെ ബോഡിക്ക് അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാം. എന്നും ഒരു ഫ്രൂട്ടോ ഒരു വെജിറ്റബിളോ നമ്മളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഈ ഡയറ്ററി പ്രാക്ടീസസും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വ്യായാമം നമ്മളെ ബോഡിയുടെ നമ്മളെ സ്ട്രെങ്ത് അതിൻ്റെ ഒരു ഹാഫ് ഡെയിലി എക്സസൈസ് ചെയ്യാം. ഈ ദിനചര്യ ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസ് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെറിയ ചെറിയ സിറ്റുവേഷനിൽ ആൻഷ്യസ് ആവുന്നതും ചെറിയ ചെറിയ സിറ്റുവേഷനിൽ പതറിപ്പോവാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവില്ല. ബിക്കോസ് നമ്മളെ ഗട്ട് സ്ട്രോങ് ആയിരിക്കും. ഗട്ട് ഫീലിംഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ ഗട്ട് ഫീലിംഗ് എപ്പോഴും എന്താ പറയുക, കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസിലേക്ക് നമ്മളെ എത്തിക്കും. സോ ട്രൈ ദീസ് തിങ്സ് ഔട്ട്. ആൻഡ് അങ്ങനെ മേജറായിട്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഇല്ല എന്നുള്ളത് തന്നെ മനസ്സിലാക്കുക. സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ, എവറിത്തിങ്, അതുപോലെ തന്നെ സ്ലീപ്പ് ഡിസോർഡേഴ്സ്, ഇതെല്ലാം ഒരു ഹ്യൂമൻ ലൈഫിൽ വരുന്ന കാര്യമാണ്. ഒന്നല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷനിലൂടെ ആൾക്കാരത് കടന്നു പോയിട്ടുണ്ടാവും. നോർമലായിട്ട് കാണും. ഇറ്റ് ഹാപ്പൻസ് ടു എവ്രി വൺ ഇൻ എ വേ. പക്ഷെ അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു എഫേർട്ട് ഇടണം. ഐദർ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കുക. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് നമുക്ക് ചോദിക്കാം.
ഇനി അതല്ല ഒരു എക്സ്പേർട്ട് ഒപ്പീനിയന് വേണ്ടി ഒരു കൗൺസിലിംഗ് സെഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇതിലൊന്നും ഒരു മടി കാണിക്കേണ്ട കാര്യമേ ഇല്ല. അതുപോലെ തന്നെ നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ ഈ പറഞ്ഞ ഒരു റെഗുലർ ബേസിസിൽ നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങളും ചെയ്തു നോക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഇത് മൈൽഡ്, മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയർ കണ്ടീഷൻസിലേക്കുള്ള ഡിപ്രഷൻ ഒക്കെ ഉണ്ട്. സോ ഇതിൽ സിവിയർ ഡിപ്രഷൻ കേസിലൊക്കെ പലപ്പോഴും ആ അനുഭവിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന് ഡിപ്രഷൻ ആണ് എന്ന് റെക്കഗ്നൈസ് ആവാറില്ല. പക്ഷെ ഇൻ കേസ് ഇഫ് യു ആർ ഫീലിംഗ് ലൈക്ക് ദാറ്റ്, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ലോ മൂഡ്, ഇൻആക്റ്റീവ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ കുറവ്, അല്ലെങ്കിൽ ഉറക്കം വല്ലാതെ കൂടാം, ഒന്നിനോട് ഇൻട്രസ്റ്റ് ഇല്ല, ഇതൊക്കെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ഓവർകം ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും. കാരണം ഒരാൾക്കൊരു പ്രശ്നമുണ്ട്, ഒരു മെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് വൺസ് യു സ്റ്റാർട്ട് റെക്കഗ്നൈസിങ് ഇറ്റ് ഈസ് വെരി ഈസിയർ ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. പലപ്പോഴായിട്ട് സ്ട്രെസ്സും ആൻസൈറ്റി ഒക്കെ ഉള്ളപ്പോൾ ആൾക്കാർ ചെയ്യുന്ന മേജർ കാര്യമാണ് എന്തെങ്കിലും ഒരു ഡ്രഗ് അബ്യൂസിലേക്കോ ആൽക്കഹോൾ, എനി സോർട്ട് ഓഫ് ദോസ് ഫാൻസി തിങ്സിലേക്ക് പോവുക. പിന്നീട് അതിൽ നിന്ന് മറികടന്ന് പുറത്തു വരാനാണ് ഇത്തരക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. ആൻഡ് സം പീപ്പിൾ ഈവൻ എൻഡ് അപ്പ് ഇൻ സൂയിസൈഡ്. സോ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒന്നും ലൈഫിൽ 100% ഒഴിച്ചു മാറ്റിയിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവില്ല എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഓൾമോസ്റ്റ് ഓൾ സൊല്യൂഷൻസും കിട്ടുന്നത്. പിന്നീട് നമ്മൾ ചിന്തിക്കുക എന്താ, ഈ സ്ട്രെസ്സും ആൻസൈറ്റിയും വരുമ്പോൾ അതിനെങ്ങനെ മറികടക്കാന്നുള്ളതാണ്. ലൈഫിൽ ടൈം മാനേജ്മെന്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്തൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അത് ടൈം ബൗണ്ട് ആയിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. ഞാനൊക്കെ ചെറിയ രീതിക്കൊക്കെ ഒന്ന് ഡൗൺ ആവുന്ന സമയത്ത് ചെയ്യുന്നതാണ്. എനിക്ക് ഇഷ്ടമുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, അതിൽ ഞാൻ കുറച്ചും കൂടി എൻഗേജ്ഡ് ആവും. സോ അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന ഒരു ഗ്രാറ്റിഫിക്കേഷൻ, ഒരു ഹാപ്പിനെസ് ഉണ്ട്. ദാറ്റ് അപ്ലിഫ്റ്റ്സ് മൈ മൂഡ് ഇമ്മീഡിയറ്റ്ലി. സോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അതും ട്രൈ ചെയ്യാവുന്നതാണ്. ട്രൈ ടു ലിവ് ഇൻ ദ മൊമെന്റ്. ഇപ്പൊ ഉള്ള മൊമെന്റിൽ മാക്സിമം ജീവിക്കാൻ ശ്രദ്ധിക്കുക. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, ഐ നോ. കാരണം ഹ്യൂമൻ ബീങ്സിന് ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് നാളെ എന്താവും അല്ലെങ്കിൽ ഇന്നലെ കഴിഞ്ഞു പോയതിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുക എന്നുള്ളത്. പക്ഷേ ആസ് ഐ ഓൾവേസ് സേ, ടൈം ഹീൽസ്. സമയം നമ്മളുടെ മുറിവുകളെ നന്നായി ഉണക്കും. സോ അങ്ങനെ ഒരു കാര്യം ഇരിക്കെ നമ്മൾ കൂടുതലായിട്ട് വെറി ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ് മുന്നിലുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് വെറി ചെയ്യാൻ കാരണമേ ഇല്ല. നമുക്കത് സോൾവ് ചെയ്യാൻ എന്തായാലും പറ്റും. ഇനി സോൾവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആണെങ്കിൽ പിന്നെ അതിനെപ്പറ്റി വറി ചെയ്തിട്ടും കാര്യമൊന്നുമില്ലല്ലോ. സോ അങ്ങനെ ഒരു റിയാലിറ്റി മനസ്സിലാക്കുക. ആൻഡ് സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് ടു എനിത്തിങ് ഓർ എനി വൺ. ജസ്റ്റ് ബി യുവർ സെൽഫ്, ബി കോൺഫിഡൻറ്റ് ഇൻ യുവർ സെൽഫ്. അത് നമ്മുടെ മൂഡിനെ ഇൻസ്റ്റന്റ് ആയിട്ട് മാറ്റും. നമ്മൾ ഇപ്പം ഒരു സ്റ്റേജിൽ കയറാനുള്ള ഫിയർ കുട്ടികളിൽ കാണാറില്ലേ? പക്ഷെ ആരെങ്കിലും ഒരു നിനക്ക് പറ്റടാ, നിനക്കൂടെ സാധിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പുഷിന്റെ പുറത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ആ സ്റ്റേജിൽ കയറി എങ്ങനെയെങ്കിലും നമ്മൾ ആ ഒരു കമ്മിറ്റ് ചെയ്ത കാര്യം തീർത്തിട്ട് ഇറങ്ങാം. പക്ഷെ അത് ഇറങ്ങുന്ന മൊമെന്റിൽ നമ്മൾ എന്തൊക്കെ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് ഒരു സെക്കൻഡിൽ നമുക്ക് പാസ് ചെയ്ത് വരും നമ്മളെ മൈൻഡിലൂടെ. അത് നമ്മൾ വിസിബിൾ ആയി പുറത്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ മൈൻഡിൽ ഉണ്ടാവും അത്. ആ കോൺഫിഡൻസ് മതി ഇനി ഒരു അവസരത്തിൽ നമുക്ക് ആ സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട്, അല്ലേ? സോ അങ്ങനെ മൈൻഡിനെ ഒന്ന് ട്രെയിൻ ചെയ്ത് വെക്കുക. ദാറ്റ് ഈ ലോകത്ത് എന്ത് ടഫ് സിറ്റുവേഷൻ വന്നാലും അറ്റ് ദാറ്റ് പോയിന്റ് ആ മൊമെന്റിൽ നിങ്ങൾക്ക് ഡിസിഷൻ എടുത്ത് അത് മറികടക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് 1 വീക്കിൽ ഒരു ലോ മൂഡിന്റെയും ഇനാക്ടിവിറ്റി സ്റ്റേജ് ഉണ്ട്, അതോടെ നിങ്ങൾക്ക് ആ ഫേസ് മാറി നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് യു ആർ ഫീലിംഗ് ഓൾ ഗുഡ് ആൻഡ് ബാക്ക് ഇൻ എനർജി ആണെങ്കിൽ ദർ ഇസ് നത്തിങ് ടു വെറി, ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ. പക്ഷെ അത് 2 വീക്സിലേക്കൊക്കെ കടന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല, നോബഡി ഈസ് റെക്കഗ്നൈസിങ് ഇറ്റ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെയോ ഡെഫിനറ്റ് ആയിട്ട് മീറ്റ് ചെയ്യേണ്ടതാണ്. ഇത് കാണുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, യു ആർ സ്ട്രോങ്, യു ആർ ബ്യൂട്ടിഫുൾ, യു ആർ കോൺഫിഡൻറ്റ്, യു ആർ പെർഫെക്റ്റ്. സോ യു ക്യാൻ ഡു എനിത്തിങ്. ഇഫ് ദേ ക്യാൻ, വൈ നോട്ട് യു ദെൻ? സോ അവരെ കൊണ്ട് അത് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് തീർച്ചയായും നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും ലൈഫ് ഹാപ്പിയായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. സോ വിത്ത് ദാറ്റ് ഐ എം എൻഡിങ് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ടു ദ ചാനൽ. നിങ്ങൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷൻസും നമ്മുടെ ചാനലിനുള്ള ഫ്യൂവലാണ്, ആൻഡ് വിച്ച് വിൽ ഹെൽപ്പ് അവേർനെസ് ടു റീച്ച് എ ലിറ്റിൽ മോർ ഹയർ ലെവൽ. So do subscribe to the channel, give it a big thumbs up if you are liking the videos, share it with your friends and family who are in need. അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. Till then, it's me, Dr. Namika, signing off with a gentle reminder, health is the only wealth that stays for a lifetime. Thank you. Thank you for watching. Subscribe for more health videos.